സ്പെഷ്യലി പോയി കണ്ടല്ലോ, കൊഞ്ച് തന്നെയാണ്. ഞങ്ങളുടെ ഇവിടെ ഓണം വന്നാലും വിഷു വന്നാലും ഒക്കെ എന്തെങ്കിലും ഒരു ഓണം ഉണ്ടാവും. എന്തുവാ? ഓ സോറി, ഇന്നെന്തുവാ സ്പെഷ്യൽ? ചെമ്മീൻ. ഏയ്, അത് ഞാൻ കണ്ടല്ലോ ചെമ്മീനാണെന്ന്. പിന്നെ അല്ല, അല്ലാണ്ട് എന്താ സ്പെഷ്യൽ? എന്തേലും സ്പെഷ്യൽ, എനി സസ്പെൻസ്? ഓ അങ്ങനെ ഒന്നുമില്ല. അതല്ല, ഞാൻ വിശ്വസിക്കില്ല. ഇതാ, എന്തായാലും ചേച്ചിയുടെ ഫ്രണ്ട്സിന് ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടാവും. ആരായിരിക്കും? അതെനിക്ക് ചേച്ചിക്ക് ആയിരങ്ങളോളം ഫ്രണ്ട്സ് ഇല്ലേ? പറ. ക്ലൂ തരാം. ദൃശ്യത്തിലുണ്ട്. 3 ഭാഗമുണ്ട്. ജോർജ് കുട്ടി ഏതിലുള്ളതാണ്? ദൃശ്യം 3-ലുള്ള മോഹൻലാലാ? ആ, മോഹൻലാലി. കേട്ടാ അമ്മായി? ആഗ്രഹങ്ങളാവാലോ, കുന്നോളം ആഗ്രഹങ്ങളല്ലേ. അതീ കുറഞ്ഞ ആരുമില്ല. അങ്ങനെയാ ചോദിക്കുമ്പോ എന്തും ചോദിക്കാലോ. ഓ, അങ്ങനത്തെ ആഗ്രഹം എന്നോട് പറഞ്ഞേക്കല്ലേ. എന്താ? അല്ല, ഞാൻ എപ്പോഴും ജാടയിട്ട് പറയണേ, ഇവിടെ എന്താ ആഗ്രഹം പറഞ്ഞാൽ ഞാൻ സാധിച്ചു കൊടുക്കുന്നു ആണല്ലോ എപ്പോഴും പറയണത്. എനിക്കിനി മോഹൻലാലിനെ കാണണമെന്നെങ്ങാനും എന്ത് ആഗ്രഹം എന്നോട് പറയണമെന്ന് പറഞ്ഞതാ. നിനക്ക് കാണണം എന്നുണ്ടെങ്കിൽ നീ ഹാർഡ് വർക്ക് ചെയ്യണം. അതെങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യും മോഹൻലാലിനെ കാണാൻ? ചിലപ്പോൾ ഒരു പക്ഷെ നിന്റെ കളരി മുഖേനയായിരിക്കാം. അത് തന്നെ. ഇപ്പൊ നിനക്ക് സൂര്യയുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ലേ? അതേപോലെ ലാലേട്ടന്റെ മുന്നിൽ പെർഫോം ചെയ്യാൻ പറ്റിയാലോ? അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ആര് വചനെന്ന് പറ. അതല്ല സർപ്രൈസോ. അമ്മായി അങ്ങോട്ട് കണ്ടുപിടി. ഒരു കുളുവും കൂടെ തരാം. ഫീമെയിലാണ്. ഇത്ര എന്നെ കൊണ്ട് പറ്റുള്ളൂ, ഇനി പറഞ്ഞുതരില്ല. മോഹൻലാലിലോട്ട് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടോ? പിന്നെ ദൃശ്യത്തിലുണ്ടെന്ന് പറയുമ്പോ ദൃശ്യത്തിലുള്ള എല്ലാരും മോഹൻലാലിലോട്ട് സ്ക്രീൻ ഷെയർ ചെയ്യോ? അത്രയ്ക്ക് വലിയ പുള്ളിയാര്? അത്രയ്ക്ക് വലിയ പുള്ളിയായിട്ടുള്ള കമ്പനിയെ കൊണ്ട് നീ എന്നെ പറ്റി എന്താ വിചാരിച്ച? അറിഞ്ഞൂടാ. എന്തു ചോദിച്ചു പറ പ്ലീസ്. അത് പറയണോ അമ്മായി? അപ്പൊ അമ്മായിക്ക് അറിയാല്ലേ? അമ്മായിക്കറിയാം. ഫേക്ക്. ആര് ഫേക്ക്? നിങ്ങൾ രണ്ടുപേരും ഫേക്ക്. പറയണോ? പറയാനാ? എന്റെ ദൃശ്യം 3-ല് തളർന്നു കിടക്കുന്ന ഒരു ചേട്ടനില്ലേ? അച്ഛന്റെ മോള്. ശരിക്കും ശ്രദ്ധ. വലിയ പുള്ളിയല്ലേ ചേച്ചി? എന്നെ പറ്റി നീ എന്താ വിചാരിച്ച? ചേച്ചി ഇതാണ് ഞാൻ പറയാത്തത്. കൊള്ളാം, നൈസ്. നമുക്ക് ഇനി എല്ലാം VVIP ഗസ്റ്റുകൾ വരട്ടെ. ലോറി എന്നാ വിചാരം? ലോറി എന്നാ വിചാരമെന്നാ? ഒരു പരിധിയില്ലേ അമ്മ? ഇങ്ങനെയൊക്കെ ഓവറായിട്ട് കൊണ്ടുവന്നിട്ടല്ലേ എല്ലാം പടവും തല്ലി താഴെ വീണത്. അതിനാണല്ലോ ഒരു വട്ടം എന്തല്ലേ വീണുള്ളൂ. ഒരു വട്ടേ വീണുള്ളൂ എന്ന് പറയുമ്പോ നമുക്ക് കാണുന്ന നമുക്കേ അറിയാം ഇതിപ്പോ താഴെ വീഴുമെന്ന്. അപ്പൊ അവർക്ക് എന്താ ബുദ്ധിയില്ലേ? അങ്ങനെയൊന്നുമില്ല. അതൊക്കെ അവര് അതിന്റെ രീതിയിലേക്ക് വെക്കണേ. പിന്നെ വെറുതെ ആണ് എല്ലാം കൊടുത്ത് വീണത്. ചുമ്മാണ ഞങ്ങളെ പഠിപ്പിച്ചു വിട്ടതല്ലേ? അതെ. മനസ്സിലായിട്ടില്ല. എന്താ? ചുമ്മാണ ഞങ്ങൾ അവരെ ഇങ്ങനെയൊക്കെ സെറ്റാക്കി കൊണ്ടുവരാൻ പഠിപ്പിച്ചു വിട്ടത്. എനിക്കൊന്നും മനസ്സിലായില്ല. മാളുവിന് പോലെ മനസ്സിലായ? ഇല്ല. മനസ്സിലാ. എല്ലാം മനസ്സിലായി. അടുത്ത 3 അയ്യോ, ആദ്യം മിക്സ് ചെയ്ത് നോക്കാം. പോരെ? മതി. ഓണം വന്നാലും സംക്രാന്തി വന്നാലും നമ്മളെ വീട്ടില് മീനും ഇറച്ചിയല്ലേ? എന്താ മാളു? ഓണം വന്നാലും സംക്രാന്തി വന്നാലും നമ്മളെ വീട്ടില് മീനും ഇറച്ചിയും തന്നെ. ഓ, തുടങ്ങിട്ടാ അമ്മ ഇതുവരെ ഞങ്ങളിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ അമ്മായി. അതുകൊണ്ടാണ് അമ്മായിക്ക് ഇങ്ങനെയൊക്കെ തോന്നണത്. അമ്മായി ഞങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങൂ. എന്നിലേക്കും മാളുവിലേക്കും ഇറങ്ങി. അപ്പൊ അമ്മായിക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റും.
ഒന്ന് ഉപ്പ് നോക്കാവോ? ചെമ്മീനിലേക്ക് ഇടാനുള്ളതാണ്. കൊണ്ട് കുറച്ചുകൂടെ വേണോ അല്ലേ? ഇത് നമ്മൾ മറ്റേ മരിച്ചിരിക്കൊക്കെ മുളക് ആ അതിന് എത്രേ ഉള്ളൂ. അതിൻ്റെ അത്രേ ഉള്ളൂ സത്യം. ഇച്ചിരി വിനീഗർ കൂടി ആവാല. പോവരുത്. ഇല്ല കൂടി പോവില്ല അമ്മ. എന്നാലും അമ്മായി വെച്ചല്ലോ മാളൂ എനിക്കിട്ട്. കിട്ടിയ അവസരം മുതലാക്കി. ഇത്രയൊക്കെ അല്ലേ എന്നെ കൊണ്ട് പറ്റുള്ളൂ മക്കളെ. വെളുത്തുള്ളി ഇത്രയും മതിയാ മാളൂ? മതി, ഉറപ്പാണോ? കുറച്ചുകൊണ്ട് ചേർത്തോ. ഇങ്ങനെ ചോദിക്കുമ്പം ചെറിയ കൊഞ്ചിനല്ലേ ടേസ്റ്റ് കൂടുതൽ? ചെറിയതിനാ ടേസ്റ്റ് കൂടുതൽ. ഒരാളുടെ മുഖം തെളിഞ്ഞിട്ടില്ല, ഞാൻ പക്ഷെ കാണാത്ത ഭാവം നടിക്കും. മാളു പറ, കറിവേപ്പില നിരത്തിയിടൂ. ഇത് കുറച്ച് ആദ്യം കുറച്ച് ബട്ടർ ഇട്. ഈ സ്പൂൺ വെച്ചെടുക്കട്ടെ. ഇത് ബട്ടറാണ്. ഇത്ര മതിയോ? കണ്ടില്ലല്ല. എന്നിട്ട് വേഗം കറിവേപ്പിലിട്. വേഗം കറിവേപ്പിലിട്. അത് തണ്ടോടുകൂടി ഇട്ടാ പോരായിരുന്നു. അയ്യോ ഓർമ്മിക്കല്ലേ. മുളക് ഒന്ന് തണ്ടോടിട്ട് ഓർമ്മയുണ്ടാ? അത് ഇതേപോലെ പറഞ്ഞിട്ടാണ് ഞാൻ ഇട്ടെ. അമ്മായി കുറച്ച് വെളിച്ചെണ്ണ എടുത്തോണ്ട് വരുമോ അവിടെ നിന്ന്? ഞാൻ പോയിട്ട് വരാം മാളു. അമ്മായി അവിടെ നിന്ന് തപ്പിക്കളിക്കുന്നത്. അമ്മായിയുടെ മുന്നിൽ നിന്ന് തന്നെ ഞാൻ എടുത്തോണ്ടും വന്ന്. പക്ഷെ അപ്പൊ അമ്മായി എന്ത് ചെയ്ത്? അമ്മായി വെള്ളം കുടിക്കണേ. അമ്മായി ഇവിടെ ഇടണോ ബട്ടർ ഒന്നുകൂടി? ആ ബട്ടർ കുറച്ചിട്ടോ. അമ്മായി ഇങ്ങനെ അപ്പൊ ഞാൻ എടുക്കണ്ടേ? വെളിച്ചെണ്ണ എടുക്കാൻ പറഞ്ഞിട്ട് വെള്ളം കുടിക്കണമെന്ന് തോന്നി. എനിക്കറിയാം ഇയാൾ ഇപ്പോഴൊന്നും വരൂലെന്ന്. എനിക്ക് വെള്ളം കുടിക്കണമെന്ന് തോന്നി. ആ കുടിച്ചോ, ആരെങ്കിലും പറഞ്ഞ കുടിക്കണ്ടെന്ന്? അതെ. നീ ഇടണോ ബട്ടർ? വേണ്ട. ശരിണോ? ഇനി മേലെ ഇടണ്ടേ ബട്ടർ? ഇത് മേലെ ഇടണ്ടേ ബട്ടർ? വേണ്ട. ഞാൻ പിന്നെ എന്തിനൂടെ വായി നോക്കിയിരിക്കണം. പോട്ടാ. ശരി ശരി ശരി. ആ പൊയ്ക്കോ. കൊടുത്തു പറഞ്ഞ പണി ഫ്ലോപ്പ് ആക്കിയല്ല. പറഞ്ഞ പണി ഇയാള് ഫ്ലോപ്പ് ആക്കിയല്ല. അതെ. വെളിച്ചെണ്ണ എടുക്കാൻ പറഞ്ഞിട്ട് പാവം. അല്ല ഇത് എടുക്കുമ്പോ മുളക് കഞ്ചത്ത് തന്നെ കാണോ? ഇല്ലെങ്കിലും നമുക്ക് ആ ഗ്രേവി ഒക്കെ ഉണ്ടാവും, കിട്ടുമല്ലോ. അതിലെങ്കിലും ഇല്ലെങ്കിലും നീ ഒന്നും മനസ്സിലാക്കണ്ട മാളൂ, നീ കഴിച്ചാ മതി. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല. സ്പൂൺ എടുത്തിട്ട് അമർത്തി അമർത്തി കൊടുക്ക്. ഇത് പൂവല് തെറിച്ചു. സരിത ചേച്ചിയുടെ ഞാൻ ചോദിച്ചില്ലേ ബട്ടർ ഇട്ടാന്ന്? ഹായ്. ഹലോ. ഹായ്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അത്തപ്പൂക്കൾ ഇടാൻ പോയില്ലായിരുന്നു. എന്തായാലും ശ്രദ്ധ വരുന്നതിന് മുന്നേ പണി തീർക്കാന്ന് വിചാരിച്ചേ, പക്ഷെ തീർന്നില്ല. ഇല്ല. തുടങ്ങിയിട്ട് കുറെ നേരമായോ? ഇല്ലില്ല, തുടങ്ങിയതേ ഉള്ളൂ. ഇത് സ്പെഷ്യലി പോയി കണ്ടല്ലോ, കൊഞ്ചി തന്നെയാണ്. ഞങ്ങളുടെ ഇവിടെ ഓണം വന്നാലും വിഷു വന്നാലും ഒക്കെ എന്തെങ്കിലും ഒരു നോൺ ഉണ്ടാവും. നോണ സ്പെഷ്യാലിറ്റി അല്ലേ അമ്മേ? നല്ല ഭംഗിയുണ്ട് സ്ഥലം. ആഹാ വരും. ഇവിടെ ആര് വന്നാലും ഇവർക്ക് ഈ സ്ഥലത്തെ കുറിച്ച് പറയാനേ സമയമുള്ളൂ. കാരണം പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു, ഭയങ്കര ഭംഗിയായിരുന്നു. ഇത് ചേച്ചിക്ക് ഭംഗിയായിട്ട് ഫീൽ ആവുന്നുണ്ടെങ്കിൽ മറ്റത് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു. ഇതന്നെ എനിക്ക് ഭംഗിയ ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഭംഗിയായിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലം, നല്ല കാറ്റും ഉണ്ട് അല്ലേ? അതെ. ആ പൂ വേണോ?
നമുക്ക് അത്തപ്പൂക്കൾ ഇടാൻ പോവാം. അപ്പൊ ഇവിടെ പുക അടിക്കണ്ടല്ലോ. അതെ, ഈ പുകയിൽ നിൽക്കണ്ട. ഇപ്പൊ അത്തപ്പൂക്കൾ ഇട്ടോ. എല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്ക് വരാം. അത് കഴിഞ്ഞിട്ട് മാളു സ്നാക്സിന്റെ അങ്ങോട്ട് വന്നേരെ. അപ്പൊ ഞാൻ ഇതൊന്ന് പെട്ടെന്ന് വറുത്തിട്ട് വരാം. ഓക്കെ. എടുത്തോ. ഇത്രയും വേണ്ട, കുറച്ചധികം. ഒരു കഷ്ണം എടുക്ക്. താങ്ക് യു. താങ്ക് യു ചേച്ചി. വെൽക്കം. ഞാനല്ലേ തന്നെ. നല്ല ഭംഗിയല്ലേ കാണാൻ? നല്ല ടേസ്റ്റ് വരും. അതെ, വൈകിയപ്പോ ഞാൻ ഇതിൽ നിന്ന് എടുത്ത് കഴിച്ചോളാം. നല്ല നെയ്യുടെ ഞാൻ ഇവിടെ പറയും ചെയ്തു നല്ല മണം ഉണ്ടെന്ന്. ഗീ കേക്ക് അല്ലേ? നല്ല ടേസ്റ്റ്. സോഫ്റ്റ് ആണ്. ഇഷ്ടമായോ അമ്മൂമ്മക്ക്? സൂപ്പർ. ചീസ് കേക്കിന്റെ ഒരു ചീസ് കേക്ക് കഴിക്കുമ്പോൾ ഇതേപോലെയല്ലേ? നൈസ്, കൊള്ളാം. മാളും ഇങ്ങനെ സ്നാക്സ് ഒക്കെ അപൂർവങ്ങളിൽ അപൂർവേ നല്ലത് കൊണ്ടുവരുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഞാൻ നമുക്ക് ഇഷ്ടപ്പെടും, അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്താ ഇഷ്ടം? അല്ലാണ്ട് എന്താ അവർക്കോ? എനിക്കോ? എനിക്കെല്ലാം ഇഷ്ടം. ഞാൻ ഇങ്ങനെ ഓരോ ട്രൈ ഔട്ട് ചെയ്യും. അത് കാണുമ്പോ വെറൈറ്റി ട്രൈ ഔട്ട് ചെയ്യാം. ഇവർക്ക് ഇഷ്ടാവൂല. എന്താ അവസാനം കൊണ്ടുവന്നേ? അവസാനം കൊണ്ടുവന്നേ ഇഷ്ടപ്പെടാത്ത? എല്ലാം ഇഷ്ടപ്പെടാത്തതാ, അത് കാരണം ഒന്നും ആദ്യം അവസാനമൊന്നും ഇല്ല. ആകെ ഇഷ്ടപ്പെടുന്ന കൊണ്ടുവരണെന്ന് പറയോ? ഫ്രൂട്ട്സ്. അതെല്ലാം നല്ല സെലക്ഷന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ലഡു മേടിച്ച് റോസാപ്പൂ കൊണ്ടുള്ളത്, അത് കൊള്ളാറുന്നില്ലേ? അപൂർവങ്ങളിലെ അപൂർവം. കാരണം അപ്പൊ ചേച്ചി ഇത് വെറൈറ്റി അല്ലേ? ചേച്ചി ഒന്ന് വണ്ടർ കണ്ടിട്ടില്ലല്ലോ. അതേപോലെ കാണാൻ സമയം മേടിക്കും. ഇഷ്ടായത് അത് കൊള്ളാം. ചേച്ചി ഇവിടെ ഒരു വെറൈറ്റി മറ്റേ മടലിട്ടും കല്ലിട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു, ഞാൻ കഴിക്കണല്ലേ? ഇതേപോലെ അല്ലേ ഞാൻ മേടിക്കണേ? ഞാൻ ഉണ്ടാക്കുന്നില്ല, പോയി മേടിക്കുന്നതല്ലേ ഉള്ളൂ. മടലിട്ടും കല്ലും എന്നിട്ടാണ് എന്നെ കുറ്റം കല്ലിട്ടൊന്നും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. കല്ലിട്ടുണ്ടാക്കിയിട്ടുണ്ട്. വതണം ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് നമ്മൾ ഈ കടലിൽ നിന്ന് ഞങ്ങള് പെറുക്കിയത് കല്ലൊക്കെ. ഈ കടലിൽ നിന്ന് അവിടെ പോയിട്ടാണ് ഞങ്ങള് പെറുക്കിയത് കല്ലൊക്കെ. എന്നിട്ട് മറ്റേ അതിട്ട് ബീഫ് ഉണ്ടാക്കി. കല്ല് കഴിച്ചില്ല കേട്ടോ. ചിരട്ടയിട്ട് ചിരട്ടയിട്ട് അതൊക്കെ കഴിച്ചു. ചിരട്ട കഴിക്കുവേ. അത് കഴിഞ്ഞ ഓണത്തിന് കല്ല് കഴിച്ചില്ലല്ലോ. കല്ല് കഴിക്കാൻ പറ്റും. അത് കഴിക്കാൻ പറ്റുമെന്ന് ചേച്ചി അതൊന്ന് ട്രൈ ഔട്ട് ചെയ്തേ. കഴിഞ്ഞ ഓണത്തിന് മുല്ലപ്പൂ ചെമ്മീനായിരുന്നു. മുല്ലപ്പൂ മുല്ലപ്പൂ ചെമ്മീൻ. മുല്ലപ്പൂവിന്റെ ഉള്ളിട്ടു. എങ്ങനെയുണ്ടായിരുന്നു? നല്ല ടേസ്റ്റ് ആയിരുന്നു. പുതിയ സാധനങ്ങളൊക്കെയാണ്, ഇതുകൊണ്ട് കേൾക്കാത്ത സാധനങ്ങളൊക്കെയാണ് ഞാനും മേടിക്കണേ. കാണുമ്പോ കേക്കത്തെ അത് റോസാപ്പൂവിന്റെ പെറ്റൽസ് ഉണ്ടായിരുന്നു ഫുള്ള്. അത് ഞാൻ ഉണ്ടാക്കിയതല്ല, അത് മേടിച്ചു. കട്ടൻ ആരുണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ട്. കട്ടനും ടേസ്റ്റ് ഉണ്ട്. നമ്മൾ അടുക്കള ഭാഗത്ത് വെച്ചാറില്ല. ചേച്ചിണ്ടോ ഗ്രാമ്പ് എന്നിട്ട് പട്ട പട്ടയും ഗ്രാമ്പും തിരിച്ചറിയില്ല. അതന്നെ പട്ടയാണ് ഇട്ടത്. പട്ടയും അതിന്റെ ഒരു ഇഞ്ചിയും
ഓരോ തവണ ഇവിടെ ഓരോ ഫ്ലേവറിലുള്ള കട്ടൻ നല്ല കട്ടൻ. ചൂടും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സൂപ്പർ ആയനെ. അത് ഈ കാറ്റ് തണുത്തുപോയി. ഇതൊരു വ്യൂ അല്ല, എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ വ്യൂ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ നേരത്തെ. ഇതൊന്നുമല്ല, ഇത് കുളവാക്കി നശിപ്പിച്ച് ഇവര്. നല്ല കാറ്റ്. ഇപ്പൊ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനുള്ള അനുവാദം പോലും ഇല്ല. സത്യം. പണ്ട് ഇവർ രണ്ടുപേരും പോയി ഇടയ്ക്കിടയ്ക്ക് കളിക്കുമായിരുന്നു. എനിക്കിഷ്ടമല്ല അങ്ങനെ വെള്ളത്തിൽ പോയി കളിക്കണം. ഇല്ല അല്ലേ? ഇവര് ഭയങ്കര കളിയാ രണ്ടുപേരും. കടലിൽ കളിക്കണ ഇഷ്ടമല്ല, സ്വിമ്മിംഗ് പൂള് കിട്ടി കളിക്കും. ഇവിടെ അത് കളിക്കും. കളിക്കാം. ഞാൻ പറഞ്ഞില്ലേ കുറേ ദൂരം പോയിട്ട് കളിക്കാൻ പറ്റുന്ന സ്ഥലമായിരുന്നു. ഇവിടെ വരെ കടലുണ്ടായിരുന്നു, ഈ ഫ്രണ്ട് വരെ കടലുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. നല്ല തര വരുമ്പോ ഇങ്ങോട്ട് ഇങ്ങനെ തെറിച്ച് വരും. അപ്പൊ എന്ത് ആ, നല്ല രസമായിരുന്നു. ഇവിടെ പാറയൊക്കെ പാറയുടെ മേലെ കൂടെ ഒക്കെ വരും. അത് ഒരു പരിധി നമ്മൾ പാറ ഒന്നും കണ്ടിട്ടില്ല, പാറയുടെ മേലെ വരെ മണലായിരുന്നു. അവിടെ കല്ലിട്ട് തുടങ്ങിയപ്പോ കടൽ കയറി തുടങ്ങി, കയറി തുടങ്ങിയപ്പോ ഇവിടെ തീരം കുറഞ്ഞു തുടങ്ങി. അപ്പോഴാണ് അടിക്കിറങ്ങണ പാറയൊക്കെ വന്നു തുടങ്ങി. എന്താ പറയണേ? മനസ്സിലായി. മനസ്സിലായോ? മനസ്സിലായി നിനക്ക് ഓർമ്മ വിളകി കിടക്കുന്ന പാറ പുറത്തായി. അല്ല, മണലിന്റെ. മനസ്സിലായി മനസ്സിലായി. എടി, കടലിലല്ലേ കടന്നത്? വെള്ളവും മണലും ഒതുങ്ങിയില്ലേ? ഓ പറഞ്ഞു, എനിക്കത് മനസ്സിലായില്ല. ഇരിക്കടാ. പണ്ട് ഞങ്ങളെക്കാൾ സ്മാർട്ടായിരുന്നു അമ്മായി. അപ്പൊ ആ വീഴ്ചയോട് കൂടിയാണ് ആള്. നമ്മുടെ സ്പെഷ്യൽ വിഭവം പ്രോൺസ് എടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് സദ്യക്ക് നോൺ കഴിക്കുന്നതാ. അതെ. പക്ഷെ അങ്ങോട്ടൊക്കെ ഉള്ളേ കണ്ണൂർ ഭാഗത്തേക്ക് അവരൊക്കെ കഴിക്കും. അമ്മായിക്ക് വെച്ചട്ടെ അങ്ങനെ പൊളിക്കാം. വേണോ? ഇരിക്കാൻ പറ്റുന്നത് ഇവിടെ ഇങ്ങനെ. അതെന്താ ചെമ്മീൻ കഴിക്കാൻ പഠിപ്പിക്കുന്നത്? ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ. ഞാൻ കഴിക്കാറില്ല ഇങ്ങനെ. ആണോ? ഇതൊന്നും കഴിച്ചിട്ടില്ല. കുഞ്ഞി കുഞ്ഞി കഴിച്ചിട്ടുള്ളൂ. എങ്ങനെ ഇനി തേങ്ങാപ്പാല് ഇതിന്റെ പൊക്കത്തേക്ക് ഒഴിക്കുക. ഇതിന്റെ മേലെ പിന്നെ ഓരോന്നും പഠിക്കുന്നത് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാരും ആദ്യം സദ്യ കഴിക്കുക, നമ്മൾ ചെമ്മീൻ കഴിക്കുക. അമ്മായി ആദ്യം സദ്യ കഴിച്ചു. കഴിക്കാം. കാന്താരി മുളക് ഇട്ടാ? കാന്താരി മുളക് ഇട്ടാ ചെയ്തിരിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. പെപ്പറും ഉണ്ട്. പെപ്പർ ഉണ്ട്. കൊള്ളാട്ടോ. തേങ്ങാപ്പാലും കൊള്ളാവോ? ആ സാരി കൊടുത്തിട്ട് അമ്മായിക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണോ? എന്താ മാളും ഉണ്ടാക്കിയ അപ്പടി മസാല കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോ നല്ല രസല്ലേ? സദ്യക്ക് മാത്രം സാരി കൂട്ടിയിട്ട് വന്നിരിക്കും. നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ. ചമ്മളം പഴഞ്ഞിരുന്ന് കഴിച്ചാലേ അതിന്റെ സുഖമുള്ളൂ. അതെ. കൂടുതൽ ഇഷ്ടം സദ്യ ഇഷ്ടമാണല്ലേ? എനിക്കോ സദ്യ ഭയങ്കര ഇഷ്ടം. എനിക്കും ഇഷ്ടമാണ് സദ്യ. പക്ഷെ എനിക്ക് നല്ല ചൂട് വേണം. എനിക്ക് മന്തി ബിരിയാണി അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സദ്യ സദ്യ ഞാൻ സദ്യ. എനിക്ക് മന്തി ബിരിയാണി ഇഷ്ടമല്ല. എനിക്ക് വലിയ താല്പര്യമില്ല. ബിരിയാണി ബട്ടർ ചിക്കൻ എനിക്ക് ഇഷ്ടമാണ്. ബട്ടർ ചിക്കനോ? എല്ലായിടത്തും പോയതാണോ ഓർഡർ ചെയ്യുക? ഞാനും പണ്ട് അങ്ങനെയായിരുന്നു. ഒരു സാധനം ഓർഡർ ചെയ്ത് അതന്നെ എല്ലാപ്പോഴും ഓർഡർ ചെയ്യും. കല്യാണത്തിന് പോകുന്ന തന്നെ സദ്യ കഴിക്കാൻ. സത്യം. അതെ, സത്യം. ഈ ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോ നമുക്ക് വേണ്ടായിരിക്കും, അങ്ങനെ ഫുൾ കല്യാണമായിരിക്കും. ഈ ഒരു ഫെബ്രുവരി പിന്നെ കഴിക്കാനുള്ള ആഗ്രഹം. നമ്മൾ മിണ്ടാതെ നിന്ന് കഴിക്കണം. അങ്ങനെ വേണം കഴിക്കുക. നമ്മളാണ് ചില 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 നമ്മളൊക്കെ വല്ലപ്പോഴും കാണുന്ന ആൾക്കാരല്ല. അതെ അതെ അതെ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കറി. പൈനാപ്പിൾ ആണോ? ആ മഞ്ഞയല്ലേ പൈനാപ്പിള്.
സദ്യ ഞങ്ങൾ കഴിക്കുന്നത് ഓണം, വിഷു രണ്ടിനും. ഈ ഒരു സമയത്ത് മാത്രമേ സദ്യ നമ്മൾ കഴിക്കുന്നുള്ളൂ. ആദ്യമായിട്ടാണോ ഈ നോൺ കഴിക്കുന്നത് സദ്യയുടെ കൂടെ? അത് നേരത്തെ കഴിച്ചല്ലോ. നേരത്തെ അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ എപ്പോഴും സ്ഥിരവാ. അതിന്റെ അമ്മായി ഞങ്ങൾ ആദ്യമൊക്കെ പണ്ടൊക്കെ വഴക്ക് പറയും. പിന്നെ അമ്മായിനെ ഞങ്ങൾ ശീലിപ്പിച്ച് ഇപ്പൊ അമ്മയും കഴിക്കാൻ തുടങ്ങി. അമ്മായിനെ കഴിപ്പിക്കാൻ തുടങ്ങി. അമ്മായിക്ക് മനസ്സിലായി, പറഞ്ഞിട്ടും കാര്യമില്ല. അമ്മായി കഴിച്ചില്ലേ ഞാൻ ഇങ്ങനെ ഒരു പിച്ചും കൊടുക്കും കഴിക്കണം. ആദ്യമൊക്കെ വഴക്കുണ്ടാക്കുമായിരുന്നു എന്നോട്, കഴിക്കില്ലേ? വർഷത്തിലൊരിക്കൽ വരുന്ന ഓണം അല്ലേ, അതിന് കൊണ്ടുപോയിട്ട് അതിന് കൊണ്ട് നീ ഇറച്ചിയും മീനും വെച്ചാൽ എങ്ങനെയാ? ഞാൻ ഫസ്റ്റ് ടൈമാ സദ്യക്ക് നോൺ കൂട്ടുന്നത്. പിന്നെ ഈ സദ്യ വരുമ്പോ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാ, ഏത് കറി കൂട്ടി കഴിക്കണം എന്നുള്ള ഭയങ്കര. സദ്യ കഴിച്ച് എക്സ്പോർട്ട് ആയിട്ട് ചോദിക്കുന്നത് ഇപ്പൊ കണ്ട ചേച്ചി കണ്ട എല്ലാ കറികളും എടുക്കും, അങ്ങനെ കഴിക്കണം. എന്റെ എല്ലാം ക്ലീൻ ആയിരിക്കും, എന്റെ എല്ലാം ക്ലീൻ ആയിരിക്കും. എല്ലാം സമയം എടുക്കും ഞാൻ, നല്ല സമയം എടുക്കും എന്റെ ഞാനൊന്നും ബാക്കി ഇടൂല. നമ്മളെല്ലാം ഇപ്പൊ നല്ലതാ, സദ്യ എക്സ്പെർട്സ്. എടാ ഇപ്പൊ ഏതാ വർക്ക് പ്രോജക്റ്റ്? ഞാൻ ഒരെണ്ണം ചെയ്തു. ഉർവശി മാമിന്റെ ഒക്കെ കസിനായ അബ്ബൈ എന്ന് പറഞ്ഞ ഡയറക്ടർ ഫസ്റ്റ് ആണ്. അതിൽ കലേഷ് ഏട്ടൻ ആണ് ഹീറോ, അതിൽ ഹീറോയിൻ ആയിട്ട്. അത് തമിഴ് മലയാളം പ്രോജക്ട്. അതാണ് ഇപ്പം നിലവിൽ ചെയ്തത് പ്രോജക്ട്. പിന്നെ ബാക്കി അറിയില്ല, നടക്കുന്നേ ഉള്ളൂ, സംസാരിക്കുന്നേ ഉള്ളൂ. ദൃശ്യം 4 ഉണ്ടാവോ? അറിയില്ല, അറിയില്ലോ. ജിത്തു സാറിനോട് എനിക്കൊന്ന് നല്ലൊരു അടിപൊളി സ്ക്രിപ്റ്റ് ലോക്കായാലും ഇനിയും ഉണ്ടാവുള്ളൂ. അങ്ങനെ ലോക്കാവാണെങ്കിൽ ഓഫ് കോഴ്സ് ഉണ്ടാവും. ഇത് തന്നെ അപ്പം ടൂർ ഇറക്കുമ്പോ പ്ലാൻ ഉണ്ടായിരുന്നില്ലല്ലോ. അതെ അതെ. പിന്നെ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ പറയും. ഓ ഞങ്ങളുടെ വിശേഷം ഇതൊക്കെ തന്നെ. നേരം നോക്കിയാൽ കുക്ക് ചെയ്യുക, കഴിക്കുക. ഇതാണ് ഞങ്ങളുടെ വിശേഷം. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് മാള് പഠിക്കാൻ പോകും. അത് മാളൂന് മാത്രമേ വിശേഷങ്ങളുള്ളൂ. മാളൂന് മാത്രമേ ഉള്ളൂ, ബാക്കി ഞാൻ മാത്രമേ അപ്ഡേറ്റ് ആവുന്നുള്ളൂ. മാളൂന്റെ അപ്ഡേറ്റ്സ് ഒക്കെ പറയും, കേക്കട്ടെ. പ്ലസ് ടു കഴിഞ്ഞിപ്പോ കോളേജിൽ അഡ്മിഷൻ ആയി. കോളേജ് കുമാരിയായി ഇപ്പോ. കോളേജ് കുമാരിയായി. ഇല്ല, പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് അധികമായിട്ട് അങ്ങനെ അടിച്ചുപൊളി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം FAUGP പോലെ ആയിരിക്കില്ലല്ലോ. എരിവുണ്ട്, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ആ എരിവ് വേണം തോന്നുന്നു, രസം ഉണ്ടാവൂല. ചെമ്മീനും ഞണ്ടും ഒക്കെ ഇത്തിരി എരിവ് വേണം, നല്ല ഒരു ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുള്ളൂ. അങ്ങോട്ടൊക്കെ ചൈനീസ് കൊറിയൊന്നും അവർക്കൊന്നും എരിവേ വേണ്ട. അവർക്ക് പക്ഷെ ഫുഡിനൊക്കെ ഭയങ്കര റെഡിഷ് കളറുണ്ട്. സോസ് സോസി അല്ലേ, അവര് കൂടുതൽ സോസ് വെച്ചുള്ള കളിയല്ലേ. പക്ഷെ എന്നിട്ട് അവർ നല്ല വെളുത്ത് തുടുത്തി. അവരുടെയൊക്കെ സോസ് എന്ന് പറഞ്ഞാൽ നല്ല സോസാ. നമ്മുടെ ഇവിടെയൊക്കെ മൊത്തം മായോ. ഇവിടുത്തെ ചൈനീസ് ശരിക്കും പറഞ്ഞാൽ ഈ സോയാ സോസിന് എന്ത് വില ഉണ്ടെന്ന് അറിയോ? 2500-3000 രൂപയുണ്ട് സോയാ സോസിന് ഒരു ലിറ്ററിന്. ആ നമുക്ക് ഇവിടെ കിട്ടുന്ന എത്ര 50-60 രൂപ. എന്താണോ സോയാ സോസ് അല്ല. പക്ഷെ എനിക്കൊന്ന് ഇന്ത്യയുടെ അത്രയും ഡൈവേഴ്സ് അല്ലേ, നമുക്ക് എന്തോരം വിഭവങ്ങളാണ്. അതെ, ഓരോ സ്ഥലത്ത് പോകുമ്പോ ഓരോന്നല്ലേ. കേരളത്തിൽ തന്നെ ഓരോ സ്ഥലത്ത് ഓരോ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ബാക്കി ഏത് സ്റ്റേറ്റിലുള്ള ആൾക്കാർക്കും കേരളത്തിൽ വന്നാൽ നമ്മുടെ ഫുഡ് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. നമ്മുടെ ഫുഡ് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കറക്റ്റ്. അവർക്ക് നമ്മളെ ഏത് ഫുഡ് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സദ്യ തന്നെ ഒരു ഫുൾ മീൽ അല്ലേ, അവർക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഈ പരിപ്പും ചോറ് മാത്രം മതി അവർക്ക് കഴിക്കാൻ. അവരതാണല്ലോ കിച്ചടി. നമ്മളവിടെ പോയ അയ്യോ നമുക്ക് എന്തേലൊക്കെ എരി വേണം.